പ്രിയദർശിനി സൗജന്യ യാത്രക്കാരുടെ എണ്ണം കുത്തനെ ഉയരുമ്പോഴും ബസ്സുകളുടെ എണ്ണം കൂട്ടാതെ KSRTC. അമിതഭാരവും സ്പെയർ പാർട്സിന്റെ ക്ഷാമവും പഴക്കം ചെന്ന ബസ്സുകളും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. പാലുവഴിയിൽ സർവീസ് മുടങ്ങുന്ന ബസ്സുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും MS വീണ ചേരുകയാണ്. വീണ, പ്രിയദർശിനിയിൽ യാത്രക്കാരുടെ എണ്ണം കൂടുകയാണ്, പക്ഷേ മതിയായ സൗകര്യങ്ങളോ കൂടുതൽ ബസ്സുകളോ ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല, അല്ലേ? തീർച്ചയായും KP, അത് തന്നെയാണ്. ഈ സർക്കാർ അധികാരത്തിലേറി വലിയ കൊട്ടി ആഘോഷിച്ച് പദ്ധതിയൊക്കെ നടപ്പാക്കി. പക്ഷേ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് KSRTC ജീവനക്കാരും യാത്രക്കാരുമാണ്. പ്രത്യേകിച്ച് ഈ 5 ബസ്സുകൾ, അതായത് സിറ്റി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകൾ പോകുമ്പോൾ അതിന് തത്തുല്യമായിട്ടാണ് ഒരു പ്രിയദർശിനി ബസ് സർവീസ് നടത്തുന്നത്. അതും ചില നഗര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയാണ് അത്തരത്തിലുള്ളൊരു സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇതിൽ വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല ബസ്സുകളും ചരിഞ്ഞ് റോഡിൽ കൂടി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം സാധാരണ നിലയിൽ ബസ്സിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ യാത്രക്കാരുടെ അമിതമായിട്ടുള്ള തള്ളിക്കയറ്റം, അത് ബസ്സുകളുടെ കുറവ് മൂലം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യാത്രക്കാരുടെ എണ്ണം കൂടുന്നു. അമിതഭാരം മൂലം ബസ്സുകൾ പലപ്പോഴും കട്ടപ്പുറത്താകുന്ന സാഹചര്യമുണ്ട്. തിരക്കുകൾക്കിടയിൽ പോലും നഗരമധ്യത്തിൽ ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ബസ് വഴിപ്പുറത്ത്, അതായത് യാത്ര തുടരാൻ സാധിക്കാതെ തന്നെ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയി റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ബസ് നന്നാക്കാൻ പോലും കൃത്യമായിട്ടുള്ള സ്പെയർ പാർട്സുകളുടെ ക്ഷാമമുണ്ട് എന്നുള്ളതാണ്. ഈ KSRTCയുടെ വർക്ക്ഷോപ്പുകളിലൊന്നും കിട്ടാനില്ല. പല ബസ്സുകളും കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ്. നമ്മൾ നേരത്തെ ഈ പദ്ധതി നടപ്പാക്കിയ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. പല സിറ്റി ഫാസ്റ്റ് ബസ്സുകളുടെയും സ്റ്റിക്കറുകൾ ഇത്തരത്തിൽ മാറ്റി അതിനെ പ്രിയദർശിനിയാക്കിയത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ തിരിച്ചുമാക്കിയത് നമ്മൾ കാഴ്ച കണ്ടതാണ്. പക്ഷേ പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും ബസ്സുകളുടെ എണ്ണക്കുറവ് അത് വലിയ തരത്തിൽ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും രാവിലെ ഒരു 3 സർവീസ്, അതായത് പ്രിയദർശിനിയുടെ 3 സർവീസ് ഉണ്ടായിരുന്നത് അത് ഒരെണ്ണത്തിലേക്കൊക്കെ ചുരുക്കിയ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലാണ് ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നത് എന്നുള്ളത്. അതായത് കോളേജ്, സ്കൂൾ, അതുപോലെ തന്നെ ഓഫീസുകളുടെ പ്രവർത്തന സമയങ്ങളിൽ ഈ സ്ത്രീകൾ അമിതമായി തന്നെ ഈ ഒരു ബസ്സിനെ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ KSRTCയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ KSRTCയിൽ യാത്ര മാർഗമായി തിരഞ്ഞെടുത്തിരുന്നത് 7 ലക്ഷം വനിതകളാണെങ്കിൽ ഇന്നിപ്പോൾ ഈ പ്രിയദർശിനി പദ്ധതി വന്നതിന് ശേഷം 13 ലക്ഷത്തോളമായി കഴിഞ്ഞു. പക്ഷേ യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അടിസ്ഥാന സൗകര്യത്തിൽ വികസനം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. കൂടാതെ തന്നെ മറ്റൊരു വെല്ലുവിളിയും KSRTCയെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഈ സെപ്റ്റംബർ 30-ാം തീയതി ആകുമ്പോൾ 1000-ലധികം ബസ്സുകളുടെ കാലാവധി പൂർത്തിയാവുകയാണ്. കാലപ്പഴക്കം ചെന്ന പല ബസ്സുകളും ഇപ്പോഴും നിരത്തിലിറങ്ങുന്നുണ്ടെങ്കിൽ പോലും അത് അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ 1000-ലധികം ബസ്സുകൾ കട്ടപ്പുറത്താകുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബസ്സുകൾ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ദുരിതം അനുഭവിക്കുന്നത് യാത്രക്കാർ തന്നെയാണ്. കൃത്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുന്നില്ല. ഗതാഗത വകുപ്പും മറ്റും നൽകുന്ന വിശദീകരണം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിനാൽ തന്നെ ഈ ബസ്സുകൾ ഇത്തരത്തിൽ കംപ്ലൈൻ്റ് ആകുമ്പോൾ, കട്ടപ്പുറത്താകുന്ന സാഹചര്യങ്ങൾ പഴയ ബസ്സുകളിൽ നിന്ന് അതിൻ്റെ സ്പെയർ പാർട്സുകൾ ഇത്തരത്തിലുള്ള ബസ്സുകളിലേക്ക്, കംപ്ലൈൻ്റ് ആയ ബസ്സുകളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ഒരു നടപടിയാണ് നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മലയോര മേഖലയിലുള്ള ഡ്രൈവർമാരാണ്. പലപ്പോഴും ഒറ്റപ്പെട്ട മേഖലയാണ്. കുന്നുകളൊക്കെ കയറുമ്പോൾ അമിത ഭാരം മൂലം ഇതൊക്കെ കയറ്റം കയറാനടക്കം പ്രയാസപ്പെടുന്നുണ്ട്. ബസ്സിൻ്റെ നിയന്ത്രണം പോകുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇത് നിരത്തിലാകുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അതിൽ യാത്രക്കാർക്കടക്കം, വനിതാ യാത്രക്കാർക്കടക്കം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം കൂടി ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും സർക്കാർ പറയുന്നത് ഖജനാവിൽ പണത്തിന്റെ കുറവുണ്ട്. അതിനാൽ തന്നെ ബസ്സുകളുടെ കാര്യത്തിൽ ഇപ്പോഴൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വലിയ വായിൽ ഇത് കൊട്ടിയാഘോഷിച്ച് പദ്ധതി നടപ്പാക്കി, പക്ഷേ അത് എങ്ങനെയാണ് നടപ്പാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഗതാഗത വകുപ്പിനും സർക്കാരിനും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഗൗരവകരമായ കാര്യം. KP, പാതി വഴിയിലാണ് പ്രിയദർശിനി. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.